കോമ്പിനേഷൻ പാകിസ്ഥാന്റെ കാര്യം നോക്കിയാൽ മഹേഷ്, ന്യൂസിലാൻഡിനോട് ഏറ്റ ആ ഒരു കനത്ത തോൽവിയുടെ ആഘാതമുണ്ട്. അതുപോലെ തന്നെ ഓപ്പണർ ഫക്കർ സമാനേറ്റ പരിക്കൊക്കെയുണ്ട്. ഇതൊക്കെ പാകിസ്ഥാന് വിനയാകുമെന്നാണോ വിലയിരുത്തേണ്ടത്? സ്വാഭാവികമായി നമ്മൾ അങ്ങനെ കരുതി നോക്കൂ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാനിൽ അവരുടെ നാട്ടിൽ വെച്ചാണ് ന്യൂസിലൻഡിനോട് കളി ഉണ്ടായിരുന്നത്. വലിയൊരു പടുകൂറ്റൻ സ്കോർ, 320 റൺസിൻ്റെ ഒരു സ്കോർ ന്യൂസിലൻഡ് ഉയർത്തുമ്പോൾ സാധാരണഗതിയിൽ അതിനെ ചേസ് ചെയ്യാൻ എടുക്കേണ്ടിയിരുന്ന ഒരു ടാക്ടിക്സ് കുറെ കൂടി വേഗത്തിൽ സ്കോർ കണ്ടെത്താനുള്ള സാഹചര്യത്തിലാണ് ബാബർ അസമിനെ പോലുള്ള താരങ്ങൾ 90 പന്തിൽ 60 റൺസ് എന്ന് പറയുന്ന രീതിയിലേക്ക് 15 ഓവർ, നിർണായകമായ 15 ഓവർ കളിച്ച് അത്രയും ചുരുങ്ങിയ റൺസിലേക്ക്, ചുരുങ്ങിയ റൺസ് 60 റൺസ് മോശമല്ല, പക്ഷെ എന്നാൽ പോലും അതിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഒരു ഉചിതമായ ഘട്ടത്തിൽ അവർക്ക് റൺസ് അടിച്ചെടുക്കാനും സാധിച്ചില്ല. നേരത്തെ പറഞ്ഞ പോലെ ഫക്കർ സമാൻ ഒരു ഇന്ത്യക്കെതിരെ എപ്പോഴും നന്നായി കളിക്കുന്ന ഒരു ബാറ്ററാണ്. അദ്ദേഹത്തിൻ്റെ അഭാവം സ്വാഭാവികമായി പാകിസ്ഥാന് വലിയ വെല്ലുവിളിയാകും, വിനയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇമാമുൽ ഹക്കാണ് അതിന് പകരം വരുന്നത്. മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ താരനിരകൾ എടുത്തു നോക്കുന്ന സമയത്ത്, അവരുടെ ബാറ്റർമാർ എടുത്തു നോക്കുമ്പോൾ മിനിമം ഗ്യാരണ്ടിയുള്ള ബാറ്റർമാരും ബോളർമാരും അവർക്കുണ്ട്. അതിനേക്കാൾ ഉപരിയാണ് അവരുടെ പേസ് നിരയിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഷെയ്ൻ അഫ്രീഡിയും അതുപോലെ തന്നെ ഹാരിസ് റൌഫും അടങ്ങുന്ന അവരുടെ ബൗളിംഗ് നിരയുണ്ട്. സമ്പന്നമാണ് അവർ. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം, ഇന്ത്യയോട് കളിക്കുമ്പോൾ മാനസികമായി സ്വാഭാവികമായും ഈ ഒരു വിജയം പ്രതീക്ഷ, അല്ലെങ്കിൽ ഒരു അട്ടിമറി ഒന്നും പ്രതീക്ഷിച്ച്, അല്ലെങ്കിൽ ആ തരത്തിലേക്ക് വലിയ ഒരു വിജയമൊന്നും പ്രതീക്ഷ ആയിരിക്കില്ല അവർ ഇറങ്ങുന്നുണ്ടാവുക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജയിക്കാനാവും കളിക്കുന്നുണ്ടാവും, പക്ഷേ ഇന്ത്യ ഇങ്ങേ അപ്പുറത്ത് സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു സാഹചര്യം അവർ വല്ലാതെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കീഴടങ്ങാനായിരിക്കില്ല അവർ വരുന്നുണ്ടാവും. പക്ഷേ ഈ മത്സരം വളരെ ജയിക്കാൻ വേണ്ടി തന്നെയാണ് ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും ഇറങ്ങുന്നത്. അതുകൊണ്ട് അതിശക്തമായ പോരാട്ടം തന്നെയായിരിക്കും സ്റ്റേഡിയത്തിൽ ഉണ്ടാവുക എന്നത്